എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമല്ലേ? അപ്പൊ അത് കഴിയുമ്പോ പിന്നെ ഒരു എന്തെങ്കിലും പണ്ട് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടത്തുകാർക്ക് ഉറക്കണം. അതായത് തലേ ദിവസം നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. സാമ്പാറും അതേമാതിരി ഈ മാങ്ങയൊക്കെ ഇട്ടിട്ട് മോരൊഴിച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ആ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്ക് പൂരം അവസാനിക്കും. ആ പൂരം അവസാനിച്ച് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. ഉറക്കം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഉറക്കം ഒളിച്ച് വയ്ക്കല്ലേ, അപ്പോൾ ഉറക്കം. പിന്നെ ഇവിടേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, വെറും അതാണ് പറഞ്ഞ പൂരപ്പറമ്പ് പോലെയെന്ന്. പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെയെന്ന് പറയും അന്നത്തെ കാലത്ത്. അത് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഇവിടെ ജനങ്ങളുണ്ടായിരിക്കും, നല്ല പോലെ ജനങ്ങളുണ്ടായിരിക്കും. അതേമാതിരി മറ്റേ പന്തലുകളിലത്തെ ലൈറ്റ് ഇപ്പോൾ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം കത്തിക്കുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല, ഓഫ് ചെയ്യും. പൂരം കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യും. അത് ഇപ്പം അതല്ല, ഇപ്പം പിറ്റേ ദിവസം കത്തുന്നുണ്ട്. തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം നല്ലതായിരിക്കും. നല്ല മേളവും നല്ല ഈ പഞ്ചവാദ്യം ഈ മേളമൊക്കെ വ്യത്യാസം ഉണ്ടാവും.